അപ്പൊ ഇതേ നമ്മള് ഫ്രീ ആയി തന്നിട്ടുള്ള ഈ ഒരു വളം വെച്ചിട്ട് ഇതൊരു കുഞ്ഞു മഞ്ഞൾ കണ്ടു, ഇത്രയും കുഞ്ഞു മഞ്ഞൾ മതി നിങ്ങൾ നടാനായിട്ട്. പക്ഷെ നിങ്ങൾ ഇതിൽ നട്ട് കഴിഞ്ഞാൽ ഈ ഗ്രോ ബാഗ് തിങ്ങി നിറഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി മഞ്ഞളൊക്കെ ഉണ്ടാവും. അതിനുള്ള ടിപ്പാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പോൾ എല്ലാവരും ഇഞ്ചി മഞ്ഞളൊക്കെ കൃഷി ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇതേപോലെ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ കിറ്റ് മഞ്ഞളിൻ്റെയും അതുപോലെ മഞ്ഞൾ നടാനുള്ള വളത്തിൻ്റെയും കിറ്റ് കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യണം എന്നുള്ളത് കുറേ പേർക്ക് ഒരു സംശയം പറഞ്ഞു. അതുപോലെ തന്നെ ദേ ഒരു കുഞ്ഞു കഷ്ണം മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷമാകുമ്പോൾ ഇത് ഗ്രോ ബാഗ് തിങ്ങി നിറഞ്ഞിട്ട് ഒരുപാട് മഞ്ഞൾ വിത്ത്, അതായത് ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടാനുള്ള ടിപ്പും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ മഞ്ഞളുടെ മാത്രമല്ല ഇഞ്ചി കൃഷി ചെയ്യുന്നവർക്കുള്ള ടിപ്പും കൂടിയാണിത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഇതേപോലെ നമ്മൾ പ്രതിഭ മഞ്ഞൾ അയച്ചു തരുന്നുണ്ട്. അപ്പൊ കിട്ടിയവർക്ക് ഇതേപോലെയുള്ള മഞ്ഞളാവും ഉണ്ടാവുക അല്ലെ? അപ്പൊ പ്രതിഭ മഞ്ഞൾ എന്ന് പറയുന്നത് കുർക്കുമി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രതിഭ മഞ്ഞൾ വിത്ത് തന്നെ തരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അത് നടാനുള്ള വളം എന്ന രീതിയിൽ നമ്മൾ വളം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ദേ ഇങ്ങനെ കവറ് നിങ്ങൾക്ക് പൊളിച്ചു നോക്കണ സമയത്ത് ഇതേപോലെ വളം ഉണ്ടാവും. നമ്മളിത് അതിൻ്റെ ഉള്ളിൽ ഇതേ കണ്ടു ഇതേപോലെ പാക്കറ്റുകളുണ്ട്. അപ്പം ഇത് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. കൂടാതെ നമ്മൾ ഈ മഞ്ഞൾ നടുന്ന സമയത്ത് ഇതൊന്നും ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള വളമാണ്. അപ്പോൾ ഈ ഇഞ്ചി മഞ്ഞളൊക്കെ നടുന്ന സമയത്ത് സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ആക്കണ ഇത് ഇഞ്ചി മഞ്ഞളും കേടായി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. കൂടാതെ ഇതിലുണ്ടല്ലോ ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, പിന്നെ റോക്ക് ഫോസ്ഫേറ്റ്, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുറച്ച് വളം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളിത് മുഴുവനായിട്ടും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യാനുസരണം മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇതേ നമ്മുടെ ഇങ്ങനെ പിടി ഉണ്ടല്ലോ, 10 പിടി മണ്ണാണ് ഞാനിത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മണ്ണിൽ എന്തെങ്കിലും കല്ലും കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം. അങ്ങനെ 10 പിടി മണ്ണാണ് കേട്ടോ ഇത്. ഇനി ഈ 10 പിടി മണ്ണിലോട്ട് നമ്മൾ തന്നിട്ടുണ്ടല്ലോ വളങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത്. അതിന്ന് ഇതേ 1 പിടി വളം മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഈ വളത്തിൽ നമ്മൾ അതിനനുസരിച്ച് എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 10 പിടി മണ്ണിലോട്ട് നമ്മൾ ഈ 1 പിടി വളം നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ദേ നമ്മൾ നന്നായി അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ വളം നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം. ഇത് ഒരു സൈഡിലോട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കരിയിലയാണ്. ഈ മഞ്ഞൾ ഇഞ്ചി കൃഷിക്ക് കരിയില നിർബന്ധമാണ്. അതില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. എന്താണെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഗ്രോ ബാഗിലാണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാക്കിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിറയെ തന്നെ നമ്മൾ ഉണങ്ങിയ കരിയില എടുക്കണം. എന്നിട്ട് നമ്മൾ അതൊന്നിങ്ങനെ അമർത്തി കൊടുക്കണം. നല്ല ഉണങ്ങിയ കരിയില ആവുന്നത് മൂലം അതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അതിതേ കണ്ടു ഇത്രയും അമന്നു പോവും. ഏറ്റവും നിറച്ച് നമ്മൾ നിറച്ചതാണ്. പക്ഷെ നമ്മളിത് ആക്കിയപ്പോൾ ഇത്രയും അരഭാഗത്തോളം ഇത് താഴ്ന്നു പോയി. കണ്ടല്ലോ അല്ലേ? ഇനി ഇതിൽ നിന്ന് നമ്മൾ 1 പിടി മണ്ണും വളവും കൂടെ മിക്സ് ചെയ്തത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഇടുക. ഇതൊന്ന് കവർ ചെയ്യണ രീതിയിൽ നമ്മൾ ഇടുക. 1 പിടി കൊണ്ട് പറ്റിയില്ല, പിന്നെ നമ്മുടെ കൈക്ക് 1 പിടിയും കൂടെ, അങ്ങനെ നമ്മൾ 1.5 പിടിയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. അത്രയാണ് നമുക്ക് ഇത് ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ 1.5 പിടി ഇട്ടു. അതിനുശേഷം നിങ്ങൾക്ക് ദേ ഇവിടെ മഞ്ഞൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്ക് മഞ്ഞൾ കിട്ടുന്ന സമയത്ത് മാക്സിമം ഇങ്ങനത്തെ കടയില്ലാത്താണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അതിലത്തെ ഈ വിത്തൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇത് നടാനായിട്ട്. അതുപോലെ ഇങ്ങനെയുള്ള മഞ്ഞൾ കിട്ടുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാം. ഇത് മാത്രം. അപ്പം നിങ്ങൾക്ക് കണ്ടു ഇത്രയും മഞ്ഞൾ കിട്ടി. അപ്പൊ ഏറ്റവും കുഞ്ഞു മഞ്ഞൾ മതി നമുക്ക്. ഇത്രയും പോകുന്ന ഒരു മഞ്ഞൾ മാത്രം മതി നമുക്ക് ഈ ഗ്രോ ബാഗ് നിറയെ തിങ്ങി നിറഞ്ഞ് നമുക്ക് ആവാനായിട്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു മഞ്ഞൾ എടുത്തിട്ടുണ്ട്. കണ്ടോ
ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വീണ്ടും നമ്മളുടെ കൈ കൊണ്ട് ഒരു പിടി മണ്ണ് എടുത്തിട്ട് കുറച്ച് മാത്രം മണ്ണ് ഇട്ട് നമ്മൾ കരിയിലയിൽ വെക്കരുത്, ജസ്റ്റ് മണ്ണിൽ എന്നുള്ള രീതിയിൽ ഇത് വെച്ചു. ഈ മണ്ണ് തന്നെ ഇട്ട് നമ്മൾ മൂടി. ഇത്രയും ചെയ്താൽ മതി. കണ്ടുവോ? അപ്പം നമ്മൾ നമ്മുടെ ഈ 2 കൈക്ക് 2 പിടി മണ്ണാണ് നമുക്ക് ഇതിലോട്ട് മാത്രം ആവശ്യമുള്ളൂ. മണ്ണ് വളങ്ങൾ ബാക്കിയുള്ളതൊക്കെ കരിയിലയാണ്. അപ്പോൾ ഇപ്പം ഇതിൽ കുറച്ച് ഈർപ്പുണ്ട്. ഈർപ്പില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ജസ്റ്റ് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. ഈർപ്പമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇത് നമ്മൾ തണലത്തോട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് കുറച്ച് ദിവസം കഴിയണ സമയത്ത് ഇത് മുളച്ച് വരും. പിന്നെ അതും ഒത്തിരി വളർന്ന് ഈ ഗ്രോ ബാഗിനായിട്ടും പുറത്തോട്ട് അതിൻ്റെ ഇലകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാത്രം വീണ്ടും നമ്മൾ മണ്ണ് വളങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം അത്യാവശ്യം 1 മാസം വരയ്ക്ക് നമുക്ക് ഈ മണ്ണും വളം കൊണ്ട് മാത്രം ഇത് നല്ല കരുത്തായിട്ട് വളരാനായിട്ട് സാധിക്കും. ഇപ്പം ഇത് മഞ്ഞൾ പറഞ്ഞു, ഇഞ്ചിയും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ മണ്ണിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ മണ്ണിലൊരു കുഴി എടുത്തിട്ട് അതിൽ കരിയിലിട്ട് നമ്മൾ കുഴി ഗ്രോ ബാഗ് പോലെ കരുതി അതുപോലെ തന്നെ ചെയ്യാം. മനസ്സിലായല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ PRSൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനും അപ്പം തന്നെ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ കിട്ടാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമ്മൾ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.